അവിടെ Zenua കഴിച്ചിനി മോളെ യൂണിഫോമും കൂടി കഴിച്ചിട്ടില്ല. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഒരു തലേ ദിവസത്തെ വൈകുന്നേരം തൊട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു പുഴമീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അത് സാധാരണ ഞാൻ രാവിലെയാണ് എടുക്കല്. ഇന്നിപ്പോൾ രാവിലെ വേറെ ചോറിന് കറികളൊക്കെ ഉണ്ടായതുകൊണ്ട് വൈകുന്നേരത്തിനാണ് കേട്ടോ അത് വെള്ളത്തിലിട്ട് വെച്ച് നന്നാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് വെച്ചത് ഇനി അപ്പം അതൊന്ന് ഞാൻ വെള്ളത്തിലൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നീട് ഞാൻ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പം ആ മീനുണ്ടല്ലോ, ആ മീൻ ഞാൻ നന്നാക്കിയപ്പോൾ ഇതാ കത്തി നന്നായിട്ടൊന്ന് കയ്യുമ്പോൾ തട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അത് നന്നാക്കാൻ അതിൻ്റെ ചെതമ്പലുണ്ടാവുമല്ലോ പുറത്തത്തെ ആ ചെളുക്ക, അത് കളയുന്നതിൻ്റെ ഇടയ്ക്ക് കറക്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് കത്തി തെന്നി ഇങ്ങോട്ട് വന്നിട്ട് കയ്യിലൊരൊറ്റ വെട്ട്. അപ്പം ഞാനെന്തെല്ലാം മുറി കൂട്ടിയൊക്കെ വെച്ച് കെട്ടിയതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് മുറി കൂടിയതാണേ. നല്ല പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വേദനയുണ്ട്. അപ്പം ഇന്ന് വീഡിയോ എടുക്കാൻ തോന്നണമെന്നല്ല, പക്ഷെ ഞാൻ ഓൾറെഡി ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനിങ്ങനെ പ്ലാൻ ചെയ്ത ദിവസമായതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങുകയാണ് കേട്ടോ. അപ്പം എങ്ങനെയൊക്കെ ആവും എന്നുള്ളത് ഒന്നും അറിയില്ല. ഈ മുറിവും കൊണ്ട് ഞാൻ കെട്ടിയവനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോൾ മൂപ്പര് പറയാ, ഇന്നാലിപ്പോൾ ഇതെങ്ങനെ കറക്റ്റായിട്ട് വെട്ടിയതെന്ന്. മൂപ്പരൊക്കെ എന്താ വേണ്ടിയത് അറിയോ? ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ ആ പാൻറ് കൊണ്ട് തലക്കൊന്നാണ് കൊടുത്താലോ, പക്ഷെ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ വെറുതെ വിട്ടിക്കണ്. അപ്പോൾ ആളിതാ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞില്ലേ, ഇന്ന് വലിയ സുഖമൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പം ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി. പക്ഷേ അതൊന്നും നടക്കൂല, കുക്കിങ്ങും നടക്കുമോ തോന്നിയില്ല. അപ്പം എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങാൻ കേട്ടോ. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള കുക്കിങ്ങും ക്ലീനിങ്ങും ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. പക്ഷെ എന്നാലും നിങ്ങൾ കണ്ട് ലൈക്കൊക്കെ തരുவோണ്ടി വീഡിയോക്ക്. ഇപ്പോൾ കുട്ടികളെ കുറ്റം പറഞ്ഞ് ഞാനും ഈ സ്പ്രേ ബോട്ടിൽ കിട്ടിയ വെറുതെ ഒന്ന് 3-4 റൗണ്ട് അടിച്ചിട്ടാണ് കേട്ടോ പണി ഒരിക്കൽ. അപ്പം ഞാൻ കാര്യമായിട്ട് വാങ്ങിച്ചത് ഈ ചെടികൾക്കൊക്കെ നനച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കൽ കുറച്ച് ഗതികേടാണ്. അപ്പം ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഈ പോട്ട് വാങ്ങിച്ചിട്ടുണ്ടായതിന് ഫ്ലിപ്പ് എന്നാണ് കേട്ടോ. ഞാൻ പറ്റുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സിറ്റ് ഔട്ടിലുള്ള ഈ 6 ഹോളുകളും അതിൽ വെച്ച ചെടികളും പലർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കമൻസിലായാലും പലരും പറയലുണ്ട്. അതേപോലെ നേരിട്ടും ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇങ്ങനെ പറയും അടിപൊളിയാണല്ലോ ചെടി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോൾ എനിക്കും നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ ഈ പോട്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം ഞാനിത് ആദ്യം ഒരൊറ്റ കളറ് പോട്ടായിട്ടാണ് ഓർഡർ ചെയ്തിന് കേട്ടോ. അന്ന് ആറും ഒരു ഗ്രേ ഒക്കെ വരുന്ന ഈ ഹോളിൻ്റെ ആ കളറിനോട് മാച്ച് ചെയ്തിട്ടുള്ളൊരു കളറേനി കേട്ടോ ഓർഡർ ആക്കിന്. വന്ന് നോക്കുമ്പോൾ 6 കളറിലാണ് വന്നത്. പക്ഷേ പിന്നെ എനിക്കത് റിട്ടേൺ ചെയ്യാനൊന്നും തോന്നിയില്ല കേട്ടോ. ആ കളറുകളൊക്കെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഞാൻ അതിൽ തന്നെ അങ്ങനെ മണ്ണ് വെച്ചിട്ട് നിറച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ അത് വെള്ളം നമ്മൾ ആകെ പരക്കൊന്നുമില്ല. അതിൻ്റെ അടിയിൽ അങ്ങനെ ഒരു ട്രേ ഉണ്ട്. ഇനിയിപ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഓവറായി അങ്ങനെ ആ ട്രേയിൽ വന്ന് നിൽക്കും. നമുക്ക് ഇടയ്ക്കൊന്ന് അതൊന്നും എടുത്ത് കളഞ്ഞാൽ മതി. ഞാൻ ഡെയിലി ഒന്നും ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കൊന്നുമില്ല കേട്ടോ. 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ വല്ലപ്പോഴും മാത്രമാണ് ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആ ഒരു റെഡ് കളറിൽ പോട്ടില്ലേ, അതിൽ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അത് തൊട്ടപ്പുറത്ത് സെയിം രണ്ടാമത്തെ ഹോളിലും അത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചിലരൊക്കെ ചോദിക്കുമ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ആണോ ഒറിജിനൽ ആണോ എന്നൊക്കെ വന്ന് തൊട്ട് നോക്കും കേട്ടോ. കാരണം അതിൽ മണ്ണും ശരിക്കും ഇങ്ങോട്ട് കാണൂലല്ലോ പുറത്തേക്ക്. അപ്പം ഇങ്ങനെ ആ ഒരു രീതിയിലാണ് കേട്ടോ. നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ്. അപ്പം ഞാൻ അടിച്ചതിൻ്റെ ബാക്കിയുള്ള വെള്ളം ജൂത വന്ന് അടിക്കണം കേട്ടോ. ഞാൻ പറയില്ലേ, എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോഴാണ് അതിനനുബന്ധിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പണി വരില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യാത്ത പണിയാണ്, മാറാതെ തട്ടം. അപ്പം അവിടെയൊക്കെ ഇങ്ങനെ ഒന്ന്
വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് റെഡിയാക്കി വന്നപ്പോഴാണ് ഇവിടെ കുറച്ച് മാറാലൊക്കെ ആയത് കണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ മാറാലട്ടി എടുത്തപ്പോൾ അജുവിന് അത് തട്ടണം. ഞാൻ പറയില്ലേ പുതിയ മാറാലട്ടി ആയതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഓൻ തട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഓന് കുറച്ചുകൂടി വലുതാക്കി അത് തട്ടാൻ വേണ്ടി നിന്ന് കേട്ടോ. മദ്രസക്ക് പോകാൻ ഒരു 5 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. ആ ഒരു സമയത്താണ് ഈ കാട്ടിക്കൂട്ടലൊക്കെ കേട്ടോ. ബെല്ലടിച്ചിട്ടേ ഇവിടുന്ന് ഇറങ്ങുള്ളൂ. തൊട്ടടുത്ത് മദ്രസ ആയതിൻ്റെ അഹങ്കാരമാണ് കേട്ടോ. അങ്ങനെയാണ് കാണിച്ച് ബെല്ലടിച്ചിട്ടേ ഓടുള്ളൂ. അപ്പോൾ ആദ്യമുള്ള കുട്ടിയൊക്കെ സ്ഥലത്തൊക്കെ ചെല്ലി കഴിയുമ്പോഴത്തേന് ഇവർ അവിടെ എത്തുകയും ചെയ്യും. മദ്രസ തൊട്ടടുത്താണ് കേട്ടോ. അങ്ങനെ നിയമോളും അച്ചൊക്കെ മദ്രസക്ക് പോകലും നമ്മുടെ സെനിക്കുട്ടി ഉറക്കത്തു നിന്ന് എണീക്കലും ഒപ്പം ഇനി കേട്ടോ. അപ്പം ഇനി അടുത്ത എൻ്റെ അസിസ്റ്റൻറ്റ് നമ്മുടെ സെനിക്കുട്ടനാണ് കേട്ടോ. ഇനി നാളൊന്ന് ഉറക്കത്തുനിന്ന് ഉറക്കച്ചടവൊക്കെ ഒന്ന് മാറി മൂവായി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പം ഞാൻ കിച്ചണിലത്തെ ആ ചെടികളും കൂടി ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വയ്യാത്ത എന്താ പറയുക വിചാരിക്കാതെ ഒരു വയ്യായി ഉണ്ടായതുകൊണ്ട് വിചാരിച്ച മാതിരി ഒന്നും എല്ലാ പണികളും നടന്നില്ല. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിലും തലേ ദിവസം തന്നെ എനിക്കൊരു പ്ലാൻ ഉണ്ടാവും, ഇന്നതൊക്കെ ചെയ്യണം ഇന്നതൊക്കെ എടുക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞാൻ പ്ലാൻ ചെയ്യാത്ത പലതും വന്നതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നല്ലെന്ന് വീഡിയോ. എത്ര കോക്കുണ്ട്? ഇഷ്ടംപോലെ കോക്കുകളുണ്ടല്ലോ. മഴ ഒന്നും മാറിയപ്പോൾ കോക്കുകൾ ഇറങ്ങിയതാ മുറ്റത്ത്. ഒമ്പെണ്ണുണ്ട്. എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ ഇടയ്ക്ക് ഇവിടെ ഒരു പുറത്തൊക്കെ ഇറങ്ങി ഓടലുണ്ട്. അങ്ങനെ ഓടാൻ നിന്നപ്പോഴാണ് ഇവിടെ കുറേ അധികം കോക്കുഞ്ഞികളെ കണ്ടത് കേട്ടോ. അങ്ങനെ പിന്നെ അജബായി വേഗം തിരിച്ച് അകത്ത് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് മമ്പയറുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിലിട്ടിക്കണം കേട്ടോ. അതാണ് ആകെ പുകയൊക്കെ വന്ന് ഒരു ആവാഹന അവസ്ഥ വന്നത്. അപ്പോൾ ഈ കൈ കൊണ്ട് വയ്യാതെ ആകുമ്പോൾ പാത്രം കഴുകുക അലക്കുക ഈ 2 പണിയാണ് കേട്ടോ. ഭയങ്കര റിസ്കി ടാസ്ക്. അപ്പോൾ എന്നാലും ഞാനത് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാൻഡേജില്ലേ അത് ഒട്ടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അത് ഒട്ടിച്ചാലും നമ്മൾ നനയുമല്ലോ. നനയുമ്പോൾ പിന്നെ എനിക്കതൊരു ഭയങ്കര ഒരു ഇടങ്ങേറാണ്. അപ്പോൾ പിന്നെ ഞാൻ അതും ഒട്ടിച്ചിട്ടില്ല. അതൊട്ടിക്കാതെ അപ്പോൾ ഈ സോപ്പൊക്കെ ഭയങ്കര നീറ്റിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയുണ്ടാവും ആ വിരലിങ്ങനെ മാറ്റി മാറ്റി പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ പാത്രമൊക്കെ കേകി എടുക്കുന്നത്. എൻ്റെ നീയക്കുട്ടിക്കൊക്കെ ഒന്ന് സ്കൂളുണ്ടായതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ കുട്ടി കൂടിയൊക്കെ തരും കേട്ടോ. നിങ്ങൾ മുമ്പ് വീഡിയോയിൽ കണ്ടിട്ടില്ലേനോ പാത്രമൊക്കെ കേകി തരും. നല്ല വൃത്തിയൊക്കെ ആവും കേട്ടോ. ആൾ പാത്രം കേൾക്കണം നല്ല വൃത്തിയൊക്കെ ആവും. പക്ഷേ ഞാൻ ഉപയോഗിക്കണില്ലാറെ ഇരട്ടി വിമ്മും വേണ്ടിരും ഇരട്ടി വെള്ളം വേണ്ടിരും എന്നുള്ളൊരു കുഴപ്പമുള്ളൂ കേട്ടോ. ഞാനൊരു ചെറിയ മട്ടത്തിലൊരു ഒസ്വാസാണ്. പക്ഷേ ഓൾ ഒസ്വാസിൽ കന്നാസാണ്. ഇനിങ്കാട്ടിലും വെള്ളം വിമ്മും ഒക്കെ വേണ്ടി വരും ഓക്ക്. കൈ കൊണ്ട് വയ്യാതായിട്ട് ഇനിയിപ്പോൾ ആരും സഹായിച്ചില്ല എന്ന് പറയരുതല്ലോ. എൻ്റെ കുട്ടീനെ സഹായിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുട്ടിയൊക്കെ വെള്ളവും ഓരോ പാത്രമൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടൊക്കെ എൻ്റെ കുട്ടി ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എന്നും ഞാൻ ചെയ്യുന്ന ഡ്യൂട്ടികളാണല്ലോ ഇത്. അപ്പോൾ പിന്നെ ഇന്ന് ഓനെന്നെ സഹായിച്ച് തന്നിക്കണം കേട്ടോ. അപ്പോൾ രാവിലെ കുഞ്ഞുട്ടി പണിക്ക് പോകണ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇന്ന് പണി എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ലീവായിട്ട് ആൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുട്ടിയും ജനും കൂടിയാണ് ഇന്ന് ഓരോ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാക്കു പോയോ? താത്തേ പോയോ? അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് മീൻകാരൻ വന്നപ്പോൾ ഞാൻ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് അയലോകത്തെ പുളിമരത്തിൻ്റെ ചുവട്ടിലേതാ അച്ചിപ്പുളി ചാടിക്കിടക്കുന്നത് കണ്ടു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടിയതൊക്കെ പെറുക്കിയെടുത്ത് പോന്നു. അല്ലെങ്കിലും ഈ പുളിയൊക്കെ കാണുമ്പോൾ പുളി മാങ്ങയൊക്കെ കാണുമ്പോൾ ഇപ്പോഴും നമ്മൾ ആ പണ്ടത്തെ കുട്ടികളാകുമല്ലോ, അതൊക്കെ പൊറുക്കിയിട്ടും. ഇപ്പോൾ പണ്ടത്തെ മാതിരി അങ്ങനെ എറിഞ്ഞ് ചാടിച്ചാലുള്ള തോരയൊന്നും ഉണ്ടാവില്ല. പക്ഷേ താഴത്ത് ചാടി കിടക്കുന്നതൊക്കെ ഇങ്ങനെ ഒന്ന് പൊറുക്കി കൊണ്ടുവരാനുള്ള തോരയൊക്കെ എപ്പോഴും ഉണ്ട്. അതിങ്ങനെ ഞാൻ അതിൻ്റെ അടുത്ത് അത് കഴിച്ചും ചെയ്തിട്ടുണ്ടേനി കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മീൻകറി മീനല്ലല്ലോ
ഇത് മോരുകറിയാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, തൈര് വെച്ചിട്ട് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടണ ആ മോരുകറിയും റെഡിയായി. പിന്നെ നൈലമീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതും പൊരിച്ചു. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുണ്ടാക്കിയ മമ്പയർ ഉപ്പേരിയും അതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത് കേട്ടോ. അപ്പം നമ്മുടെ അസിസ്റ്റൻ്റ് ഉറങ്ങാണ്. അപ്പം അസിസ്റ്റൻറ്റിൻ്റെ ഇതാണ് ഇപ്പോൾ അവിടെ ഒരു ഭാഗത്ത് ഇരിക്കണുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു. അപ്പം ഇന്ന് ഞാൻ അത്ര വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുട്ടികൾ സ്കൂളിൻ്റെ ഒക്കെ വന്ന് ഇവിടെ ഒരു മണ്ണ് കൊണ്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി, മണ്ണൊക്കെ കുഴച്ചുണ്ടാക്കി ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി അതിന് പെയിന്റ് കൊടുക്കലും ഒക്കെ ആയിട്ടാണ് എനിക്ക് 2 ദിവസമായിട്ട് പണി. അപ്പം എന്നോട് ഇങ്ങനെ പറയും അത് കാണാൻ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് ഞാൻ സിനിമോനെയും കൊണ്ട് അത് കാണാൻ വന്നപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓല് ഉണ്ടാക്കിയതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതൊക്കെയാണ് കേട്ടോ. അപ്പം അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് എനിക്കും അറിയാം. പക്ഷേ ഞാൻ കൈകൊണ്ട് വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് എടുത്ത വീഡിയോ ആണ്. പക്ഷേ വീഡിയോ എന്താ പറയുക, എന്നും വീഡിയോ വേണം എന്നൊക്കെ പറയുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരണ്ടേ. അപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ചുകൂടി ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഇന്നാകെ 10 മിനിറ്റിൻ്റെ 15 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ഉള്ളൂ ഇനി. അപ്പോൾ അസ്സലാമു അലൈക്കും, ബൈ ബൈ.